السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم. إنما أمره إذا أراد شيئا أن يقول له كن فيكون. فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. യാസീനിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗമാണിത്. അല്ലാഹുവിന്റെ റുബൂബിയത്ത്, അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹുവാണ് യജമാനൻ, അവനാണ് ഈ ലോകത്ത് സൃഷ്ടികർമ്മം ചെയ്തത് എന്ന് ഒരുപാട് തെളിവുകളിലൂടെ പറഞ്ഞു തരികയാണ്. അങ്ങനെയാണ് ആസിബിന് വായിൽ വന്നത്. അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന മുനാഫിഖായ രണ്ട് മനുഷ്യന്മാർ, ഒരാൾ മുനാഫിഖാണ് ഉബയ്യ് ഇബ്നു ഖലഫ്, മറ്റേയാൾ മുശ്രിക്കാണ്, കാഫിറാണ്. രണ്ടുപേരും നബിയുടെ മുമ്പിൽ വന്ന് എല്ല് പൊടിച്ച് പറത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട്, മൻ യുഹ്യിൽ അളാമ വഹിയ റമീം, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുക എന്ന് ചോദിച്ചു. فقل يحييها الذي أنشأها أول مرة وهو بكل خلق عليم. അതിനെ ജീവിപ്പിക്കുന്നത് ആരാണോ ആ എല്ല് ആദ്യം പടച്ചത് അവൻ തന്നെയാണ്.
പൊടിയായി പറക്കണമെങ്കിൽ ഒരു എല്ല് വേണമായിരുന്നല്ലോ. ആ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നല്ലോ. അല്ലാഹു എല്ലാ തരത്തിലുമുള്ള സെറ്റപ്പ് ചെയ്യാൻ കഴിവുള്ളവനാണ്. മനുഷ്യനെ സ്പേമിൽ നിന്ന് അല്ലാഹു തആല പടച്ചു. ആ ഒരു അത്ഭുതം, അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ. അപ്പോ അവനാണ് അങ്ങനെ പടച്ചിട്ടുള്ളത്. അവിശ്വാസികൾ ആ വിഷയത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു ജന്മത്തിന് കുഴപ്പമില്ല, പക്ഷെ മരിച്ചതിന് ശേഷം ഈ അള്ളാഹ് ജീവിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിച്ചവരുണ്ടെന്ന്. കാരണം സ്പേം അത് വിസർജിക്കുന്ന സമയം അത് ചൂടുള്ളതാണ്, നനവുണ്ട്. ആ ചൂടിൽ നിന്നാണ് കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷെ എല്ലെന്ന് പറയുന്നത് നനഞ്ഞതാണ്, ഉണങ്ങിയതാണ്, ഡ്രൈ ആണ്, അതുപോലെ തന്നെ ഉറച്ചതാണ്. അതിൽ നിന്ന് പിന്നെ അള്ളാഹുവിന് ജന്മം ഉണ്ടാക്കാൻ പറ്റുമോ? ഇതായിരുന്നു അവരുടെ സംശയം. അല്ലാമ ഖുർത്തുബി റഹ്മഹുല്ലാഹ് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോഴാണ് പച്ചവൃക്ഷത്തിൽ നിന്ന് തീയുണ്ടാക്കാൻ കഴിവുള്ളവനാണല്ലോ അള്ളാഹു എന്ന് മറുപടി കൊടുക്കുന്നത്. സ്പേം നുത്ഫ, ചൂടുണ്ട്, അതിൽ വെള്ളമുണ്ട്, നനവാണ്, പക്ഷെ ചൂടുള്ളതാണ്. ആ അവസ്ഥയിൽ അതിന് കുഞ്ഞു ജനിക്കുന്നുണ്ട്, അതിനങ്ങ് കുഴപ്പമില്ല. പക്ഷെ എല്ലെന്ന് പറഞ്ഞത് നനവുള്ളതാണ്, വെള്ളമില്ലാത്തതാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ എല്ലിൽ നിന്ന് പിന്നെ രണ്ടാമത് പുനർജന്മം ഉണ്ടാവുക? അതിനാണ് അല്ലാഹു തആല ഒരു ചെടിയിൽ വെള്ളമുണ്ടായിരിക്കെ തന്നെ അഫാർ വൃക്ഷത്തിൽ നിന്ന് അല്ലാഹു തആല രണ്ട് ചെടികൾ ഉരസിയാൽ, അറാക്ക് പോലെയുള്ള രണ്ട് ചെറിയ കമ്പെടുത്തിട്ട് ഉരസിയാൽ തീ ഉണ്ടാകും. അപ്പോ ഓപ്പോസിറ്റുകൾ പടക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു. വെള്ളമുണ്ടായിരിക്കെ, ജലമുണ്ടായിരിക്കെ തന്നെ ആ പച്ചവൃക്ഷത്തിന്റെ രണ്ട് കൊമ്പെടുത്ത് ഉരസിയാൽ തീ കത്തും. അത് അറബികൾക്ക് പരിചയമുള്ളതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ വിപരീതം പടക്കാൻ കഴിവുള്ളവനാണല്ലോ. വെള്ളം തീ അണക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ വെള്ളമുണ്ടായിരിക്കെ തന്നെ തീ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിൽ സംശയിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് അള്ളാഹുവിന്റെ മറുപടിയാണ് ഇവിടെ. ഖുൽ യുഹയ്യിഹല്ലദീ അൻശഅഹാ അവ്വല മർറ. ആരാണോ ആദ്യം ഇത് പടച്ചത് അവനാണ് ഇതൊക്കെ രണ്ടാമതും ജീവിപ്പിക്കാൻ പോകുന്നത്. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാ തരത്തിലുള്ള സെറ്റപ്പും ചെയ്യാൻ കഴിവുള്ളവനാണ്. ഇങ്ങനെ ആരാണ് ജീവിപ്പിക്കുക എന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ മറുപടി തുടക്കത്തിലെ അല്ലാഹു തആല നൽകിയിട്ടുണ്ടെന്നാണ്. സൂറത്ത് യാസീന്റെ ആദ്യ ഭാഗം നോക്കൂ, 12-ാമത്തെ ആയത്ത്. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. സൂറത്തിന്റെ ആദ്യവും അവസാനവും തമ്മിൽ ബന്ധമുണ്ട്. ഇന്നാ നഹ്നു നുഹീൽ മൗത, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇന്നാ നഹ്നു നുഹീൽ മൗത, നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. അവസാനെത്തിയപ്പോ ആരാണ് ജീവിപ്പിക്കുക എന്ന ചോദ്യം, ആരാണ് ആദ്യം പടച്ചത് അവൻ തന്നെ ജീവിപ്പിക്കും. ആ ചോദ്യത്തിന്റെ മറുപടി യാസീനിൽ ആദ്യമേ അള്ളാഹു പറഞ്ഞു വെച്ചു എന്നാ പിന്നെ ആ ചോദ്യം വരുന്നത്. ഇന്നാ നഹ്നു നുഹീൽ മൗത, അങ്ങനെ ഒരു സംശയം വഴി വരുന്നുണ്ട്. അതിന്റെ മറുപടി അള്ളാഹു ഇപ്പോഴേ നൽകി കഴിഞ്ഞു. ഇന്നാ നഹ്നു നുഹീൽ മൗത, നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ ചെയ്തതും അവര് കാരണം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതും അവരുടെ പേരിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കും. നന്മ ചെയ്താ നന്മ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തിന്മ. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ പേടിക്കണമെന്ന് പറഞ്ഞത്. ഈബത്തും നമീമത്തൊക്കെ പോസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എത്ര കാലം അത് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമ്മുടെ വാട്സപ്പിലോ കിടക്കുന്നുണ്ടോ അത്രയും കാലം നമ്മളൊരു പറഞ്ഞ ഗീബത്ത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ അറിയുന്നുണ്ടോ അതിന്റെ ഒക്കെ കുറ്റം ആ ചെയ്തവനുണ്ടാവും. നന്മയും അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ നന്മ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഒരു ചെറിയ ബട്ടൺ അമർത്തി നമ്മൾ ഒരു ഫോർവേഡ് ചെയ്ത ഒരു നന്മ എത്ര ആളുകൾ അറിയുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ കൂലി ആ തുടക്കക്കാർക്ക് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പൊ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളെ ആളുകൾ തുടർന്ന് നിങ്ങളെ പിൻപറ്റി ചെയ്തതിന്റെയും ആ കൂലിയാണെങ്കിൽ കൂലി, ശിക്ഷയാണെങ്കിൽ ശിക്ഷ നിങ്ങൾക്കുണ്ടാകും. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. അങ്ങനെ ഒരു പരാമർശം സൂറ യാസീനിന്റെ ആദ്യ ഭാഗത്തിൽ അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്. അതിങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. أوليس الذي خلق السماء الذي جعل لكم من الشجر الأخضر نارا
الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون. പച്ചവൃക്ഷത്തിൽ നിന്ന്, അഫാർ പോലെയുള്ള വൃക്ഷങ്ങളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നവനാണ്. ബാമ്പു അങ്ങനെയാണ്, മറ്റു ചെടികൾ അറബികൾക്ക് പരിചയമുള്ളതാണ് അഫാർ. അതിൽ നിന്നൊക്കെ 2 കമ്പെടുത്ത് ഉരസിയാൽ തീ വരുന്നുണ്ട്. തീ ഉണ്ടായത് പച്ചയിലകളിൽ നിന്ന്, പച്ചയിലകളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന്. അങ്ങനെ ഇന്ന് നമ്മൾ കത്തിക്കുന്ന പെട്രോൾ പോലും ഈ ആയത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉലമാ. അത്രയും അത്ഭുതകരമായ ഒരു ആയത്താണിത്. പച്ചവൃക്ഷത്തിൽ നിന്ന് കത്തിക്കാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലേ? ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുന്നുണ്ടല്ലോ. ഇനി അല്ലാഹു പറയുന്നത് വലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവനല്ലയോ? ബിഖാദിരിൻ, കഴിവുള്ളവനല്ലയോ? അത് പടച്ചത് ആകാശഭൂമികളെ പടച്ചവന് കഴിവുണ്ടാവില്ലേ? അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെ പോലോത്തവരെ പടക്കാൻ അല്ലാഹുവിന് കഴിയില്ലയോ? നിങ്ങളെ മരിപ്പിച്ചാൽ അലാ അൻ നുബദ്ദില على أن وننشئكم في على أن نبدل أمثالكم وننشئكم فيما لا تعلمون. നമ്മുടെ കൂടെയുള്ള ഈ ശരീരം മണ്ണായി പോകും. സ്വാലിഹീങ്ങളുടേത്, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ഔലിയാഇന്റേത്, ശുഹദാഇന്റേത്, ഉലമ അംബിയാഇന്റേത്, ഇൽമ് അനുസരിച്ച് അമൽ ചെയ്ത ഉലമാഇന്റേത്, അതൊന്നും മണ്ണ് തിന്നൂല എന്നാണ്. അല്ലാത്തതൊക്കെ മണ്ണ് തിന്നും. എന്നാൽ പോലും നാളെ പരലോകത്ത് അല്ലാഹു തആല ജന്മം നൽകുമ്പോൾ ശരീരം തരുന്നുണ്ട്. അത് ഈ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉണ്ടായിരുന്ന ഈ ശരീരമല്ല, വേറെ ഒരു ശരീരമാണ് തരിക. നുബദ്ദില അംസാലക്കും, വേറെ ഒരു ശരീരമാണ് നാളെ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ തന്നെ, പക്ഷെ ഇവിടെ ഉള്ള ഈ ശരീരം പോയി. അതേപോലത്തെ ഒരു ശരീരം നിങ്ങൾക്ക് വേറെ തന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ജീവിപ്പിക്കാൻ പോവാണ്. അങ്ങനെയാണ് പരലോകത്തെ ജീവൻ. അന്ന് ഓർമ്മ ഉണ്ടാകും, നമ്മുടെ മെമ്മറി ഉണ്ടാകും, ഓർമ്മ, സുഹൃത്തുക്കളെ ഓർമ്മ ഒക്കെ ഓർമ്മ ഉണ്ടാകും. പക്ഷെ ഈ ശരീരമല്ല. നമ്മുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താലും നമ്മുടെ സ്വഭാവം, ഓർമ്മയൊന്നും മാറൂല എന്നാണ്. വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എന്നാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ശരീരം തന്ന്, അതാണ് അലാ അൻ യഖ്ലുഖ മിസ്ലഹും, അവരെ പോലോത്തവരെ എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ഈ ശരീരം മണ്ണായി പോയാലും നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ശരീരം തന്ന് ജീവിപ്പിക്കാൻ ഈ ആകാശ ലോകങ്ങളെ പടച്ചവന് കഴിയില്ലയോ? ഒരു ചോദ്യം. അതിന് മറുപടി ബലാ, അതെ. വഹുവൽ ഖല്ലാഖുൽ അലീം, ഖാലിഖിന്റെ മുബാലഗയുടെ ഫോമാണ് ഖല്ലാഖ്. ഫാഇൽ, ഫഅൽ എന്ന് പറയുന്ന പോലെ വഹുവൽ ഖല്ലാഖുൽ അലീം, എല്ലാം അറിവുള്ളവനും എങ്ങനെയൊക്കെ സൃഷ്ടിക്കണമോ ആ സൃഷ്ടികളൊക്കെ ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഉമ്മയും വാപ്പി ഉണ്ടായിട്ട് നമ്മളെ അല്ലാഹു പടച്ചു. ഒരു പിതാവ് മാത്രമുണ്ടായി ഹവ്വാ ബീവിയെ പടച്ചു. അല്ലെങ്കിൽ ഹവ്വാ ബീവിയുടെ ജന്മത്തിന് ഒരു പുരുഷന്റെ ഒറിജിൻ വേണം. ആദം നബിയുടെ റിബ്ബിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടക്കുന്നത്. പിന്നെ ഉമ്മ മാത്രമായി പടച്ചു ഈസ നബിയെ മറിയം ബീവിയിൽ നിന്ന് പടച്ചു. ഉമ്മയും വാപ്പി ഇല്ലാതെ പടച്ചു സയ്യിദന ആദം നബി അലൈഹിസ്സലാമിനെ. ഇങ്ങനെ 4 രീതികൾ. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത ഉമ്മയും വാപ്പയും ഉള്ളവര്, വാപ്പയും ഉമ്മയും ഇല്ലാത്തത്, ഉമ്മ മാത്രമായി, വാപ്പ മാത്രമായി, ഇങ്ങനെയൊക്കെ അല്ലാഹു സൃഷ്ടിച്ചു. ഇതൊന്നുമില്ലാതെയും അല്ലാഹുവിനെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോ വഹുവൽ ഖല്ലാഖുൽ അലീം.